എന്തുകൊണ്ട് ഈ തോൽവി ഉണ്ടായി എന്നുള്ള പ്രശ്നം അതിസൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഓരോ പാർട്ടിയുടെയും എല്ലാ തലങ്ങളിലുമുള്ള കമ്മിറ്റികൾ യോഗം ചേർന്ന് എന്താണ് തിരിച്ചടിക്ക് കാരണം, തോൽവിക്ക് കാരണം എന്താണ്? ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തോൽക്കേണ്ടതല്ല, എന്നാൽ തോറ്റു. ആ ജനവിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുന്നു. ജനവിധി അംഗീകരിച്ചുകൊണ്ട് എന്താണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് കാരണമായത്, ആ കാരണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടത്തുക എന്നത് തന്നെയാണ് കാണുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് ഒരു ജൂൺ 15-ാം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ കമ്മിറ്റികളിൽ മാത്രമല്ല, ജനങ്ങളുടെ പ്രതികരണം കേൾക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമാണ്. ജനങ്ങൾ, എല്ലാ വിഭാഗം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടികളും, ഈ മുന്നണിയിലെ പാർട്ടികളും എന്താണോ തിരുത്തേണ്ടത്, ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് തിരുത്തൽ നടപടികളിലേക്ക് പോവുക എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. ജനങ്ങളാണ് പ്രധാനം. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. ഈ പരിശോധനകൾക്ക് ശേഷം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള ഈ പരിശോധനയ്ക്ക് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു അന്തരീക്ഷം വിശകലനം ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. വളരെ സൂക്ഷ്മമായ ഒരു വിശകലനമാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾ ഈ സൂക്ഷ്മതലത്തിലുള്ള പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് പ്രവർത്തന രീതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിന്റെ നാനാ പ്രദേശങ്ങളിൽ BJPയുടെയും UDFന്റെയും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഈ UDF പ്രവർത്തകരോടൊപ്പം പോലീസും കയറി ആക്രമിക്കുന്ന നില ഉണ്ടായി. പോലീസിന്റെ അക്രമത്തെയും UDFന്റെ അക്രമ നടപടികളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായി അപലപിക്കുന്നു. ഒരു കാരണവശാലും ഇത്തരം അക്രമ സംഭവങ്ങൾക്ക് കീഴ്പ്പെട്ടു കൊടുക്കാൻ കഴിയുന്നതല്ല. അക്രമങ്ങൾ അവസാനിപ്പിക്കണം. അക്രമികൾക്കെതിരെ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇത്തരമൊരു സമീപനമാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുകയാണ്. BJP കേരളത്തിൽ ആദ്യമായി 3 സീറ്റിൽ വിജയം കൈവരിച്ചു. നേരത്തെ ഒരു മണ്ഡലമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3 മണ്ഡലത്തിൽ അവർ ജയിച്ചു. ഈ ജയത്തിന്റെ അടിസ്ഥാനം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ജയത്തിന് സഹായകരമായ നിലപാടാണ് പൊതുവെ കോൺഗ്രസ്
കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചത്. അതിന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. കേരളത്തെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ശ്രമം നടന്നാൽ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായ ആ ശ്രമം നടന്നിട്ടുണ്ട്, ഒരു കാരണവശാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഒരു കാരണവശാലും വർഗീയമായി ജനങ്ങൾ ചേരിതിരിയാൻ പാടില്ല. ജനങ്ങൾ നല്ല ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി നമ്മുടെ നാട്ടിൽ ജീവിക്കണം. അതിന് സഹായകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. എന്നാൽ കേരളം വർഗീയമായ നിലപാടുകളിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാൻ അതിനിഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നു. ആ നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നു. ജനങ്ങളുടെ സാഹോദര്യവും സൗഹാർദ്ദവും പരസ്പര സ്നേഹവും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുന്നതിന് സഹായകരമായ നിലപാടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന പ്രസ്ഥാനങ്ങളും സ്വീകരിക്കേണ്ടത് എന്നുള്ള അഭിപ്രായം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നു. ഇതാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുമ്പിൽ